ഗോകുൽ, ഗുഡ് മോർണിംഗ്. വഞ്ചിയൂര് കഴിഞ്ഞ ദിവസം വലിയ പുകലുണ്ടായതാണ്. റോഡിലേക്ക് ഇറക്കി വേദി കെട്ടി സമ്മേളനം നടത്തിയത്. പിന്നീട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ ജില്ലാ സെക്രട്ടറി വി ജോയി പറയുന്നു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ശേഷമാണ് അത്. പക്ഷെ അന്നത്തെ ദൃശ്യങ്ങളുണ്ടല്ലോ, അത് പൊതുജനങ്ങൾ തീർച്ചയായും ദൂരനാടുകളിലിരുന്ന് പോലും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒന്നാണ്. ഒരു ബസ്സും ഒരു കാറും തമ്മിൽ അങ്ങനെ ഞെങ്ങി ഞെരുങ്ങി വളരെയധികം സ്നേഹത്തോടെ ഉരഞ്ഞു നീങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് തലസ്ഥാന നിവാസികളുടെ ശാപമല്ലേ ഗോകുലെ? മോത്തി, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമാണ്, അല്ലെങ്കിൽ ഈ റോഡാണ് ഇത്തരത്തിൽ പൂർണ്ണമായി കൈയേറിക്കൊണ്ട് CPM ഏരിയ കമ്മിറ്റി അല്ലെങ്കിൽ ഏരിയ യോഗവും ഒക്കെ ആയി ഇവിടെ വേദി കെട്ടുന്നത്. ആ വേദിയുടെ പന്തലാണ് ഈ പൊളിച്ചിപ്പോൾ ഈ വാഹനത്തിൽ നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് പോലീസ് പിടിച്ചിട്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത്. അപ്പോൾ ഈ റോഡ് പൂർണ്ണമായും കൈയേറിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഏരിയ സമ്മേളനം നടന്നത്. സാധാരണ അത്തരത്തിലൊരു ഏരിയ സമ്മേളനം ഇങ്ങനെ റോഡ് കൈയേറി ഈ പ്രദേശത്ത് സാധാരണ നടക്കുന്നതല്ല. പക്ഷേ ഇത്തവണ അത് നടന്നു. അത് അത്രത്തോളം തന്നെ ജനജീവിതം ദുരിതത്തിലാക്കുകയും ചെയ്തു. നമ്മൾ ഈ കാണുന്നത് പോലെ ഈ റോഡാണ് ജനറൽ ആശുപത്രിയിലേക്കും കണ്ണാശുപത്രിയിലേക്കും അതുപോലെ ആയുർവേദ ആശുപത്രിയിലേക്കും ഒക്കെയുള്ള പ്രധാന പാതയാണ്. ഈ പാതയുടെ 2 വരി പാതയാണ്. അതിലൊരു പാത പൂർണ്ണമായും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പാതയിലെ ഒരു വരി പൂർണ്ണമായും തടസ്സപ്പെട്ടതോടുകൂടി വലിയ രീതിയിൽ വാഹന ഗതാഗത സ്തംഭനമാണ് ഉണ്ടായത്. തൊട്ടടുത്ത പാതയിലൂടെയാണ് പിന്നീട് തൊട്ടപ്പുറത്തെ പാത അതിനായി സമാന്തരമായി തുറന്നു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ 2 വാഹനങ്ങൾ 2 വശത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഒരു റോഡിലൂടെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ സമയത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കുണ്ടായ ദുരിതം തീരെ ചെറുതല്ല. നമ്മൾ പലപ്പോഴും ഈ സമരങ്ങൾ കണ്ടിട്ടുണ്ട്, റോഡ് കയ്യേറിയുള്ള സമരങ്ങൾ. പക്ഷെ സമരത്തിനപ്പുറത്തേക്ക് ഈ റോഡ് കയ്യേറി ഏരിയ കമ്മിറ്റി ഏരിയ യോഗങ്ങൾ ചേരുന്നതോ അല്ലെങ്കിൽ പാർട്ടി യോഗങ്ങൾ ചേരുന്നതോ ഒക്കെ ഒരു പുതുമയുള്ള സംഭവമാണ്. അത് പ്രത്യേകിച്ച് വഞ്ചിയൂർ, ബാക്കിയുള്ള ഭാഗങ്ങളിൽ അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റും AGS ഓഫീസും അതുപോലെ തന്നെ രാജ്ഭവനും ഒക്കെ നിരന്തരം സമരങ്ങൾക്ക് വേദിയാണ്. പക്ഷെ ഈ ഒരു പ്രദേശം അത്തരത്തിൽ വേദിയാകാറുള്ളതല്ല. പക്ഷേ എങ്ങനെയോ ഈ ഒരു പ്രദേശം അങ്ങനെ വേദിയായി മാറി. പിന്നീട് ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേകതരം പരാമർശങ്ങൾ, അത് ഇവിടെ ഈ വേദി ഒരുക്കേണ്ടതായിരുന്നില്ല, സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡിൽ പണി നടക്കുന്നത് കൊണ്ടാണ് ഇവിടേക്ക് വേദി മാറ്റിയത് തുടങ്ങിയിട്ടുള്ള ചില പ്രത്യേക പരാമർശങ്ങളും അതിനെ തുടർന്നുള്ള ന്യായീകരണങ്ങളും നമ്മൾ പലപ്പോഴും കണ്ടതുമാണ്. എന്തായാലും ജനം ആ സമയത്ത് അനുഭവിച്ച ദുരിതത്തിന് അറുതിയില്ല. കാരണം ഈ റോഡ് പ്രധാന റോഡ് തന്നെയാണ്. ആശുപത്രികളിലേക്കും ഒപ്പം സ്കൂളുകളിലേക്കും ഒക്കെ പോകുന്ന പ്രധാന റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റോഡ് നിർമ്മാണം അങ്ങനെ കാലങ്ങളായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു തീയതി, ഇത് എന്ന് തീരും, എന്ന് പൂർത്തിയാവും എന്നതുപോലും ജനങ്ങൾക്ക് ഒരു വാക്ക് നൽകാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്മാർട്ട് സിറ്റി പദ്ധതി അങ്ങനെ പൂവണിയാനുള്ള കാത്തിരിപ്പിലായതുകൊണ്ടും നമുക്കൊരു നല്ല കാര്യം വരുന്നു, ഒരു വികസനം വരുന്നു എന്നതുകൊണ്ടും ജനങ്ങൾ അതുമായി പരമാവധി സഹകരിക്കുകയാണ്. പക്ഷേ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയായി തിരുവനന്തപുരം നിവാസികളുടെ കാര്യം. അതുപോലെ ചില വ്യാപാര സ്ഥാപനങ്ങൾ പലതും പൂട്ടിപ്പോയി. എങ്ങനെയാണ് ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾ കയറാതെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്ത് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കൂടി. ഇത് രണ്ടും ന്യായീകരണമേ അല്ല എന്നതാണ് സത്യം. മോത്തി, തീർച്ചയായും ഈ റോഡ് ഇത് തന്നെ പണിതിട്ട് വളരെയധികം സമയം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ള റോഡാണ്. പക്ഷേ ഇത് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അതിന് മുൻപോട്ടുള്ള റോഡിലൊക്കെ തന്നെ ഈ മാൻഹോളിൻ്റെ അടക്കമുള്ള പ്രവൃത്തികൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ റോഡുകൾ ഇപ്പോഴും നവീകരണത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ റോഡ് വഴിയുള്ള ഗതാഗതം വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വഞ്ചിയൂര് റോഡ് അധിക കാലമായിട്ടില്ല പണി കഴിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ ഒരു സമ്മേളനം ഇത്തരത്തിൽ കൂട്ടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു യോഗം ജനങ്ങളെ അത്രത്തോളം തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ റോഡ് പലതും ഈ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി പോകുന്നവരോ അങ്ങനെ ആരെങ്കിലും നമുക്ക് പ്രതികരണം തേടാൻ, കാരണം പതിവായി അതുവഴി ഓഫീസിലേക്കും ജോലികൾക്കൊക്കെ ആയി പോകുന്ന മനുഷ്യരായിരിക്കും ഉള്ളത്. അവരൊക്കെ കഴിഞ്ഞ ദിവസം നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. മൊത്തം ഇപ്പോൾ ഈ പ്രദേശം വിജനമാണ്. കാരണം ഈ സമയത്ത് വലിയ തിരക്ക് ഈ റോഡിൽ അനുഭവപ്പെടാറില്ല. പക്ഷേ ഇതൊരു പ്രധാന പാതയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ റോഡൊക്കെ പൂർണ്ണമായും ജനസഞ്ചയം ആയി തുടങ്ങുന്നതാണ്. പക്ഷേ ഇപ്പോൾ വലിയ തിരക്ക് ഈ പ്രദേശം അനുഭവപ്പെടുന്നില്ല. പക്ഷേ